ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദേ ഞാൻ ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അയ്യേന്ന് തോന്നണ്ട കേട്ടോ. ഇത് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു വളമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞാൻ മിക്സിയിൽ അരച്ചതൊക്കെ വീഡിയോ കാണിക്കാൻ മറന്നുപോയി. അപ്പം നല്ല മഴയാണ്. ഈ മഴയും വെയിലൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമല്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ സാഹചര്യമാണല്ലോ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് കാലാവസ്ഥയല്ല ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ ജോലികൾ, വീട്ടിലെ അത്യാവശ്യപ്പെട്ട ജോലികളും കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പം ഞാൻ മഴയത്ത് കുടയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ വളം എൻ്റെ തൈകൾക്ക് ഇട്ട് കൊടുക്കാൻ പോവാ കേട്ടോ. അപ്പോൾ എന്നേക്കാൾ മുമ്പ് മഴയാണെങ്കിലും അവിടെ നേരത്തെ വന്ന് സ്ഥലം ഉറപ്പിച്ചിരിക്കുന്ന 2 ഓലയിഞ്ഞാലി ഇണക്കുരുവികൾ വന്നായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു. ഓൾറെഡി. എൻ്റെ ഒരു അനക്കം കേട്ടപ്പോൾ അവരങ്ങട് പറന്ന് അങ്ങട് നീങ്ങിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കിളികൾ ദേ ഞങ്ങളുടെ പുറകിലെ പറമ്പിലൊക്കെ എപ്പോഴും വന്നിരിക്കും കേട്ടോ. ബട്ടർഫ്ലൈസും പിന്നെ നമ്മുടെ കുറേ പല ടൈപ്പിലുള്ള ബട്ടർഫ്ലൈകൾ, തുമ്പികൾ, കുറേ ടൈപ്പ് ഏകദേശം ഒരു 6, 7 ടൈപ്പ് കിളികളൊക്കെ നമ്മുടെ ഈ പുറകിലെ പറമ്പിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ പറമ്പൊക്കെ കുറച്ച് മേക്ക് ഓവറിൻ്റെ തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ പറമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി. നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ ഞങ്ങൾ കുറച്ച് നടക്കാനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും ട്ടോ. അപ്പോൾ ഇത് ഞാൻ ഞങ്ങളുടെ അബിയു, പിന്നെ പല ടൈപ്പ് മാവുണ്ട്. ഈ മാവൊന്നും കാര്യമായിട്ട് പൂക്കുന്നുമില്ല, കായ്ക്കുന്നുമില്ല. അപ്പോൾ ഈ കേടുകളൊക്കെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ തരം വളങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ കൂടുതലും അരയ്ക്കാണ്ട് തന്നെ കൊടുക്കാറാ പതിവ്. കാരണം എനിക്ക് സമയം കിട്ടാറില്ല. ഇതിപ്പോൾ മിക്സിയിൽ അരച്ചിട്ട് ഞാൻ ഡയറക്റ്റ് മഴയുള്ളപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിനൊക്കെ ഡൈലൂട്ട് ചെയ്ത് മണ്ണിൽ നിന്ന് പിടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മഴയുള്ളപ്പോൾ തന്നെ വേഗം അരച്ച് ഞാൻ ഇടുകയാണ് കേട്ടോ. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ വളങ്ങളും വളങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം മൂടിയിട്ടേക്കുന്ന കേട്ടോ. അപ്പോൾ ഒരുവിധപ്പെട്ട വളങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ദേ ലാസ്റ്റത്തെ മാവിനും കൂടി ഒഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഡാലിയയുടെ വലിയ തൈ, പൊക്കമുള്ള തൈ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ ഒരിത്തിരി സങ്കടം തോന്നി. എന്നാലും ഒടിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിനെ ഞാൻ പതുക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ ആ മാവിൻ്റെ കൊമ്പിലേക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാൻ നോക്കുകയാണ്. സംഭവം ഡാലിയ നമുക്കൊരു ആദ്യമായിട്ടാണ് കേട്ടോ നമുക്കൊരു പൂവുണ്ടായി മുട്ടുണ്ടായത്. പക്ഷേ മുട്ട് വലുതായി വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്തേക്ക് വേറൊരു പുഴു വന്ന് ആ മുട്ട് തിന്ന് തീർക്കുകയാണ് ചെയ്തത്. എന്നാലും ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം കേട്ടോ പൂവുണ്ടാവാനായിട്ട്. ഈ ഡാലിയനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായില്ല. മമ്മി പറഞ്ഞെന്ന ഒരു അറിവേ ഉണ്ടായുള്ളൂ. ഞാൻ കാര്യമായിട്ട് അധികം പൂക്കളൊന്നും കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡാലിയ എന്തായാലും എനിക്ക് ഡാലിയ പൂക്കളെ കാണണം, നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡാലിയ കിഴങ്ങുകളൊക്കെ ഞാൻ വാങ്ങി നട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഔട്ട്കം വീഡിയോസൊക്കെ നമുക്ക് പിന്നീട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ ഞങ്ങളുടെ അബിയു പ്ലാന്റിനൊക്കെ ഞാൻ ഈ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വളത്തിൻ്റെ ബാലൻസ് വന്നത് ഞാൻ ദേ കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മുടെ 2 പ്ലാവ്, കായ്ക്കുന്ന 2 പ്ലാവുണ്ട്. ഒന്ന് നമ്മുടെ സിന്ദൂരവരിക്കും ഒന്ന് ഓൾ സീസണും ആണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിനകത്തൊക്കെ ഓൾറെഡി കായ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചക്ക കായ പൊട്ടാൻ തുടങ്ങിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ വേപ്പിൻ തൈ കണ്ടോ. ഇതിനൊക്കെ നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ എല്ലുപൊടി, NPK ഇതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ചാണകപ്പൊടിയൊക്കെ. ഇപ്പോൾ ഈ മഴ പിടിച്ച സീസണിലായതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല നല്ല ഗ്രേഡുള്ള വളമാണ് ഞാൻ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ അടുത്തുള്ള വളക്കടയിൽ നിന്നും നഴ്സറികളിൽ നിന്നും വാങ്ങിയ വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിലൊന്നും എനിക്ക് അത്ര വലിയ മാറ്റങ്ങളൊന്നും അധികം സംഭവിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ വാങ്ങിയത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിയ വളങ്ങളാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വളത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ചെടികളുടെ പ്രാന്തൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് ഫ്രൂട്ട്സ് തൈകൾ മാത്രമല്ല കേട്ടോ, എനിക്കിതുപോലെ ഫ്ലവർ പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാട് റോസുകൾ ഞാനിപ്പം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും എനിക്ക് ബഡ് റോസിനേക്കാളും നാടൻ റോസ് കിട്ടാനാണ് കേട്ടോ താല്പര്യം. പക്ഷെ നാടൻ റോസ് നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാനൊരു നഴ്സറിയിൽ പോയ വീഡിയോ ആണ് കാണിക്കുന്നത്. പക്ഷെ നഴ്സറിയിൽ എനിക്ക് ഓപ്പൺ ചെയ്ത് കയറാൻ പറ്റിയില്ല. അവിടെ മഴ ആയതുകൊണ്ട് ആ ചേച്ചി അടച്ചിട്ടിരിക്കുമായിരുന്നു. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ നഴ്സറി നമുക്ക് നൈറ്റ് അവൈലബിൾ ആണ് കുറേ ടൈം. കാരണം ആ ചേച്ചി വീടിൻ്റെ അടുത്തായിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര മഴ ആയതുകൊണ്ട് ആ ചേച്ചിക്ക് വരാനും പറ്റിയില്ല. ഓൾറെഡി ഞാൻ ഇതിന് മുമ്പും ഈ നഴ്സറിയിൽ നിന്ന് കുറേ തൈകളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ.
അപ്പോൾ ഏകദേശം നമുക്കൊരു 175 രൂപയുടെയൊക്കെ റോസ് അവിടെ കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഓൺലൈനിലൊക്കെ റോസ് വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് റോസ് കയ്യിലില്ലാത്തത് കിട്ടാനാണെന്നോ ആഗ്രഹം. പിന്നെ ഈ ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്തന്നേ ഉള്ളൂ. നമ്മളവിടെ നോക്കി നിൽക്കുമായിരുന്നല്ലോ അരികത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ നഴ്സറിയിലൊക്കെ പല സ്ഥലത്തും പല വിലയാണ് ചെടികൾക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും കൂടുതൽ ഞങ്ങളുടെ അടുത്തുള്ള പല നഴ്സറിയിലും ചെല്ലുമ്പോൾ പല വിലയായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മഴയുണ്ടെങ്കിലും നമ്മുടെ ആമ്പലിനെയും 10 മണീനെയൊക്കെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരൊക്കെ ആമ്പലൊക്കെ എങ്ങനെ ഇരിക്കുന്നു. ഇതെൻ്റെ താമര കേട്ടോ. ഇതൊക്കെ ഞാൻ മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ വളർന്നു വരുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മേടിച്ചിട്ട് കുറച്ച് നാളുകളായി. ഇതൊക്കെ ചെറിയ ചെറിയ പൂക്കൾ തരുന്ന താമരകളാട്ടോ. എന്തായാലും ഇതിൻ്റെയൊക്കെ ഔട്ട്കംസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. എൻ്റെ ബ്ലൂ ആമ്പൽ എന്തായാലും നീലത്താമര വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന്. ഇന്ന് പിങ്ക് ഒന്ന് ചെറുതായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നല്ല അരച്ചുള്ള മഴയാണല്ലോ. കണ്ടോ എൻ്റെ പായലൊക്കെ താഴെ വീണ് കിടക്കാനാണ് കേട്ടോ. ഈ പായലൊക്കെ നിറച്ചിടുന്നത് വെറുതെ ഒന്നുമല്ല, കാരണം കൊതുകില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ദേ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് 3 പൂക്കൾ തന്നിരിക്കുന്ന എൻ്റെ ക്രീപ്പർ റോസിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ നാളായിട്ട് ഇതെൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ വളരെ നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടു നടക്കുന്നതാണ്. രാത്രിയൊക്കെ ആണെങ്കിലും പുഴുക്കളെയൊക്കെ ഒരുപാട് പുഴുക്കൾ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെയൊക്കെ പിടിച്ച് കൊന്നു കളയാനൊക്കെ ഞാൻ രാത്രി ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തെല്ലാം വളം പ്രയോഗിച്ചിട്ടും എനിക്ക് പൂക്കൾ തരുന്നുണ്ടായില്ല. അവസാനം ഞാൻ കേടപേക്ഷിച്ച് നല്ലപോലെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് അതിനകത്ത് 3 മുട്ട ഉണ്ടായത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന തൈകളൊക്കെ. അപ്പം നമ്മൾ ഇത് കുറച്ച് ചെടികൾ, പൂച്ചെടികൾ, കൂടുതലും റോസാണ് കേട്ടോ. എനിക്ക് റോസാപ്പൂക്കളാകുമ്പോൾ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നതായിരിക്കും. സീസണൽ ഫ്ലവേഴ്സ് അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ റോസിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. സീസണൽ ഫ്ലവേഴ്സും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ അടീനിയും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ 2 പേരയുണ്ട്. ഈ പേര നമുക്ക് കായ്ക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഈ തായ്ലൻഡ് വെറൈറ്റിയിൽ നമുക്ക് പൂവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ വളങ്ങളും ഇപ്പോൾ തന്നെ ഞാൻ എല്ലാത്തിനും കൊടുത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും അതിൻ്റെയൊക്കെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്കായിരിക്കും. അല്ലെങ്കിൽ അതൊരു സീസൺ പ്ലാന്റ് ആവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ തായ്ലൻഡ് പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ പേരൊക്കെ എപ്പോഴാണ് കായ്ക്കണേന്നുള്ളത്. അപ്പോൾ മെലസ്റ്റോമ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചൊരു കുഞ്ഞൻ ചെടിയായിരുന്നു കേട്ടോ. അതിനകത്തൊരു മുട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇപ്പോഴായിട്ട് കാണുന്നത് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ. ഈ ചെടിയുടെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മരുന്നൊക്കെ അടിച്ച് സെറ്റപ്പായി നിൽക്കുന്ന എൻ്റെ റോസാണ് കേട്ടോ. ബായ്.